പൗലോസ് കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ പ്രകാരം നമ്മൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് അരുളി ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ കാസയെടുത്ത് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തമാണ്. അപ്പോൾ കർത്താവായ യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച സമയം ഒന്നോർക്കുക. നമ്മുടെ ധ്യാനത്തിന്റെ ഈ സമാപന ധ്യാന ചിന്തയില് ഈശോ ദിവ്യകാരുണ്യം സ്ഥാപിച്ചത് ജനം ജയ് വിളിച്ച ഓശാന ഞായറാഴ്ചയല്ല, ലാസറിനെ ഉയർപ്പിച്ച അത്ഭുത മണിക്കൂറിലല്ല, 5 അപ്പം വർദ്ധിപ്പിച്ച നിമിഷങ്ങളിലല്ല, വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതത്തിന്റെ നിമിഷത്തിലല്ല. ഈശോ ദിവ്യകാരുണ്യം സ്ഥാപിച്ചതും ദിവ്യകാരുണ്യമായതും ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത് എല്ലാം നന്നായിട്ട് പോകുമ്പം ജീവിതത്തിന് രസമുണ്ട്. പക്ഷേ തകർച്ചയുടെ സമയത്ത് വേണം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാൻ. നൊമ്പരങ്ങളും തകർച്ചകളും വരുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ചെറിയ തലവേദന വരുമ്പോൾ മട്ടുമാറുന്നവരുണ്ട്, ചെറിയ നൊമ്പരം വരുമ്പോൾ മട്ടുമാറുന്നവരുണ്ട്. വഴിയിലൂടെ നടന്നു പോയപ്പം ഒരു കല്ലേ തട്ടി, കല്ലിൽ ആകസ്മികമായിട്ട് തട്ടുമ്പം പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ എത്ര പേര് ഒത്തിപ്പിടിക്കും? മലയാളിയാണോ 2 ചെറിയ തെരിയിൽ ഒറ്റയ്ക്ക് വിളിക്കും. അത് കഴിയുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഈ തെറി വിളിക്കുന്നവരെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിന്റെ ഭാരമൊക്കെ ഒരു കുഞ്ഞു തെറി കൊണ്ടങ്ങ് തീരുവാണ്, ടെൻഷൻ കളയുക. അപ്പം നമ്മുടെ തനിമ കാണിക്കുന്നത് ഈ സമയത്താണ്. ഒരാൾ ധ്യാനമന്ദിരത്തിൽ വന്ന് ധ്യാനം കൂടിയിട്ട് തിരിച്ചിറങ്ങി പോയപ്പോൾ ധ്യാനിപ്പിച്ച് അച്ഛൻ പറഞ്ഞു, എല്ലാ അവസ്ഥകളിലും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കണം. ഏതോ ഒരവസ്ഥയിലും അതിന്റെ നല്ല വശം കണ്ടുകൊണ്ട് തമ്പുരാനെ സ്തുതിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞു. ഒരുത്തൻ ഈ ആവേശത്തോടെ സൂട്ട് കേസൊക്കെ എടുത്തോളൂ ധ്യാനമന്ദിരത്തിൽ നിന്ന് പോവുക. നമ്മുടെ നാടല്ലേ, വണ്ടി കാത്തിങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുകയും ഇലക്ട്രിക് കമ്പിയിലിരുന്ന കാക്ക ഇവന്റെ തലയിലോട്ട് തന്നെ അങ്ങ് കാഷ്ടിച്ചു. ഇവൻ പറഞ്ഞു, പഞ്ഞ കാക്ക കൊല്ലാൻ ആളില്ല, വൃത്തികെട്ട പരിപാടി, എവിടുന്ന് വന്നു പറയാമെന്ന് നോക്കി അങ്ങ് പറയാൻ തുടങ്ങി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദൈവമേ എല്ലാത്തിനും സ്തുതിക്കണമെന്നാണല്ലോ പറഞ്ഞ്, അറിയാതെ അവത്തൻ പറഞ്ഞു പോയില്ലേ. ഉടനെ അവൻ മൗപ്പ് മാറ്റി. അവൻ പറഞ്ഞു, ദൈവമേ നിനക്കൊരു1000 നന്ദി, എരുമയ്ക്കും ആനയ്ക്കും പറക്കാൻ കഴിവ് കൊടുക്കാഞ്ഞതിന് ദൈവമേ നിനക്കൊരു1000 നന്ദി. നമ്മുടെ ഒന്നാമത്തെ റിയാക്ഷൻ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ആദ്യ റിയാക്ഷൻ എപ്രകാരം ഇരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സ്വഭാവം അവിടെ നമ്മൾ കാണുക. തനി സ്വഭാവം കാണുന്നത് നിർണായക സമയങ്ങളിലാണ്. യേശുവിന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച നിമിഷത്തിൽ അവൻ ദിവ്യകാരുണ്യമായിട്ട് മാറി. ഒരു തലവേദന വരുമ്പോൾ, ഒരു മനപ്രയാസം വരുമ്പോൾ പെട്ടെന്ന് മട്ടുമാറുന്നവരാണോ നമ്മൾ? അങ്ങനെയെങ്കിൽ ജീവിതം ഒരു ദിവ്യകാരുണ്യമായിട്ടില്ല. അങ്ങനെയുള്ള ഹൃദയമുള്ള ആൾക്കാർ എന്ത് ചെയ്താലും ദിവ്യകാരുണ്യ പ്രവൃത്തികളാണ്. എന്തായിരുന്നു ചരിത്രത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യം? ഒറ്റിക്കൊടുത്തവന്റെയും തള്ളിപ്പറഞ്ഞവന്റെയും കയ്യിലേക്ക് തന്നെ മുറിച്ചു വെച്ചു കൊടുത്തു. അതാണ് ആദ്യത്തെ വിശുദ്ധ കുർബാന. തള്ളിപ്പറഞ്ഞവന്റെയും ഒറ്റിക്കൊടുക്കുന്നവന്റെയും കയ്യിലേക്ക് തന്നെ മുറിച്ചു വെച്ചു കൊടുത്തു. അതാണ് ആദ്യത്തെ ചരിത്രത്തിലെ വിശുദ്ധ കുർബാന. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നെ വേദനിപ്പിക്കുന്ന ഭർത്താവിന്റെ കയ്യിലേക്ക് കണക്ക് കൂട്ടാതെ മുറിച്ചു കൊടുക്കുന്ന ഭാര്യ, എന്നെ നൊമ്പരപ്പെടുത്തുന്ന ഭാര്യയുടെ കയ്യിലേക്ക് കണക്ക് കൂട്ടാതെ മുറിച്ചു കൊടുക്കുന്ന ഭർത്താവ്, ധിക്കരിക്കുന്ന മക്കളുടെ കയ്യിലേക്ക് സ്വജീവിതത്തെ മുറിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ, മനസ്സിലാക്കാത്ത ജനത്തിന്റെ കയ്യിലേക്ക് ജീവിതത്തെ പകുത്തു കൊടുക്കുന്ന സമർപ്പിതർ, അവിടെയാണ് ജീവിതം ദിവ്യകാരുണ്യമായിട്ട് മാറുക. ഈ ഒരു ദിവ്യകാരുണ്യ സംസ്കാരമാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. യോഹന്നാൻ 2:25 ഈശോയെ കുറിച്ച് പറയുന്നുണ്ട്, മനുഷ്യന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു, അതറിഞ്ഞിട്ടും അവൻ യൂദാസിനെയും സ്വന്തം ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എന്നാണ് പറയുക. മനുഷ്യന്റെ ഉള്ളിലുള്ളത് എന്തെന്ന് അറിഞ്ഞിട്ടും ഈശോ യൂദാസിനെയും സ്വന്തം ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എന്നാണ് പറയുക. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവിന്റെ ആ ശൈലി നമ്മൾ സ്വന്തമാക്കുക. മുറിവുകളും വേദനകളിലും ഒക്കെ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടാതെ പക്വതയോടും സമചിത്തതയോടും സംസാരിക്കുന്ന ഭർത്താവായി, ഭാര്യയായി, ദൈവമക്കളായിട്ട് ജീവിക്കുവാനുള്ള ഒരു വിളി ദൈവം നമുക്ക് തരുന്നുണ്ട്. അതാണ് ദിവ്യകാരുണ്യ സംസ്കാരം നമ്മൾ പറയുക. വിശുദ്ധ കുർബാന ക്രിസ്തുവിന്റെ ആത്മബലിയാണ്. കർത്താവായ യേശുവിന്റെ ആത്മബലിയാണ് വിശുദ്ധ കുർബാന. ആത്മബലി എന്ന രീതിയിൽ ഇതിൽ 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഭൂത, വർത്തമാന, ഭാവി കാലങ്ങൾ. ഇതൊരു ഭൂതകാല യാഥാർത്ഥ്യമാണ്. ഈശോ മിശിഹായുടെ ആത്മബലി എന്ന രീതിയിൽ ഇതൊരു ഭൂതകാല യാഥാർത്ഥ്യമാണ്. എന്താണ് ഭൂതകാല യാഥാർത്ഥ്യം?
2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെസഹാട് രാത്രിയിൽ സെഹിയോൻ ശാലയിൽ ആരംഭിച്ച് ദുഃഖവെള്ളിയാഴ്ച കാൽവരിയുടെ മരക്കുരിശിന്റെ പരിപരുത്ത ദണ്ടിൽ പൂർത്തിയാക്കിയ ബലി എന്ന രീതിയിൽ വിശുദ്ധ കുർബാന ഒരു ഭൂതകാല യാഥാർത്ഥ്യമാണ്. 2000 വർഷങ്ങൾക്കപ്പുറത്ത് കുരിശിന്റെ പരിപരുത്ത ദണ്ടിൽ പൂർത്തിയാക്കിയ ബലി ഭൂതകാല യാഥാർത്ഥ്യം. 2, ഇത് വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. എന്താ വർത്തമാനകാല യാഥാർത്ഥ്യം? ഇന്നത്തെ എന്റെ മനധൈര്യത്തിനും പിടിച്ചു നിൽപ്പിനും അത്യാവശ്യമെന്ന രീതിയിൽ ഇത് വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. അനുദിന ജീവിതത്തിൽ ബലം കിട്ടാൻ ഇത് അത്യാവശ്യമാണ്. വർത്തമാനകാല യാഥാർത്ഥ്യം. ഒത്തിരി തിരക്കുള്ള നമ്മൾ ഞായറാഴ്ച എന്തിനാ ഈ ഒരു ഒത്തിരി ജോലി തിരക്കുള്ള നമ്മൾ ഒരു ദിവസം തമ്പുരാന്റെ നാമത്തിൽ മാറ്റിവെച്ച് വരിക? എന്റെ ആഴ്ചയുടെ ബലം കിട്ടാൻ, എന്റെ കുടുംബത്തിൽ, എന്റെ ജോലി സ്ഥലത്ത്, എന്റെ വീതബന്ധത്തിൽ മനക്കെട്ടിയും ധൈര്യവും കിട്ടാൻ എനിക്ക് ഇന്ന് ആവശ്യം. വർത്തമാനകാല യാഥാർത്ഥ്യം. ഞങ്ങളൊക്കെ പാലായിൽ നിന്ന് കുടിയേറിപ്പോയവരാ പണ്ട്. ഓർക്കുന്നു, എനിക്ക് ഓർമ്മയുള്ള കുട്ടിക്കാലങ്ങളിൽ എന്റെ അമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പള്ളിയിൽ പോകുന്ന കാലം. പാതിരാ കുർബാനയ്ക്ക് ക്രിസ്മസിനും, വെളുപ്പിനെ 3 കുർബാനയ്ക്ക് ഉയർപ്പിനും, പള്ളി കുർബാനയില്ലാത്തപ്പോൾ 3 മൈൽ നടന്ന് അടുത്തുള്ള പള്ളി കുർബാനയ്ക്ക് പോകുന്നു. വെളുപ്പിനെ എഴുന്നേറ്റ് ചൂട്ടുകറ്റയും മിന്നിച്ചൊരു നടപ്പുണ്ടായിരുന്നു. അന്ന് എന്തിനു വേണ്ടിയാ? അന്ന് അപ്പനമ്മമാർക്ക് മനധൈര്യം കൊടുത്തതും സഹിക്കാൻ ശക്തി കൊടുത്തതും കുർബാനയാ. അപ്പോൾ വർത്തമാനകാല യാഥാർത്ഥ്യമാണ് കുർബാന ശക്തി കിട്ടാനായിട്ട്. കേരള പോലീസിലെ ഉന്നതനായ വളരെ മാന്യനായ ഉദ്യോഗസ്ഥന സിബി മാത്യൂസ് സാറ് എല്ലാ ദിവസവും അദ്ദേഹം കുർബാനയ്ക്ക് പോകും. എനിക്ക് 13 വർഷത്തെ പരിചയമുണ്ട് അദ്ദേഹമായിട്ട്. ഏതെങ്കിലും പ്രമാദമായ കേസ് വരുമ്പോൾ കുർബാനയിൽ പങ്കെടുത്ത് ശക്തി സംഭരിച്ച് അന്വേഷിക്കാൻ പോവുക. ഭരണങ്ങാനത്ത് എല്ലാ വർഷവും കാണാൻ വേണ്ടി വരും. അൽഫോൻസാമ്മയുടെ പെരുന്നാളിന് വരുന്ന കൂട്ടത്തില് ഉച്ചയ്ക്ക് ഉണ്ണും വർത്താനം പറഞ്ഞിരിക്കും. ചില ദിവസങ്ങളിൽ വിളിച്ച് പറയാം, അച്ഛാ ഇതൊരു പ്രധാനപ്പെട്ട കേസന്വേഷണത്തിന് പോവുക, പ്രാർത്ഥിച്ചേക്കണം. ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്നും ബലം കൊടുക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ കേരള പോലീസിലെ ടെലികമ്മ്യൂണിക്കേഷൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇടവകാംഗമായിരുന്നു. ഇരിങ്ങാലക്കുട അടുത്ത് ഔട്ടത്തൂർ സ്വദേശി ഫ്രാൻസിസ് ചിറ്റിലപ്പള്ളി സാർ. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും 3 മക്കളും ഡ്രൈവറും ഒരു പ്രത്യേക സെക്യൂരിറ്റിക്കാരനും കൂടെ കുർബാനയ്ക്ക് വെള്ളി വരും. കുർബാനയ്ക്ക് വന്ന് മുട്ടുകുത്തി നിന്ന് മുഴുവനായിട്ട് കുർബാനയിൽ പങ്കെടുക്കും. കുർബാന കഴിഞ്ഞ് 5 മിനിറ്റ് കൈകൂപ്പി താങ്ക്സ് ഗിവിംഗ് നടത്തും. അത് കഴിഞ്ഞ് മനുഷ്യൻ തിരിച്ചു പോകും. ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഇത്രയേറെ തിരക്കും വേളം ഉണ്ടായിട്ടും കുർബാനയിൽ വന്നിങ്ങനെ മുടങ്ങാതെ പങ്കെടുക്കാൻ എങ്ങനെ സാധിക്കും? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞാ 18 വർഷങ്ങൾക്ക് മുമ്പ് വെറും 800 രൂപയായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് വന്നതാ. ഈ സക്രാരിയുടെ മുമ്പ് ഞാൻ കൈ കൂപ്പി പിടിച്ച് എന്തെല്ലാം ചോദിച്ചിട്ടുണ്ടോ എന്റെ ദൈവം ഈ കയ്യിൽ അതെല്ലാം വെച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തമ്പുരാനെ മറന്ന് ഒരു യാത്ര എനിക്ക് സാധ്യമല്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കാണ്. ജീവിതത്തിൽ ദേവാലയ കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലി നമ്മൾ കരിപിടിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുക, ഒരു ക്രൈസ്തവന്റെ ഗുരുത്വാകർഷണം മധുബഹയാണ്. ഒരു ക്രൈസ്തവന്റെ ഗുരുത്വാകർഷണം സക്രാരിയാണ്. ഒരു ക്രൈസ്തവന്റെ ഗുരുത്വാകർഷണം ദേവാലയമാണ്. ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ഞി കാറ്റത്ത് എത്ര പറന്നാലും അവസാനം ഭൂമി വന്ന് വീഴും. ഗുരുത്വാകർഷണം. ഒരു പഴത്തിന് ഞെട്ടുമുറിഞ്ഞാൽ ഞെട്ടറ്റ പഴം ഭൂമിയിൽ വീഴും. ഗുരുത്വാകർഷണം. ഒരു കല്ല് എത്ര പൊക്കത്തിലെറിഞ്ഞാലും അത് കീഴോട്ട് വരും. ഗുരുത്വാകർഷണം. അതുപോലെ എത്ര തിരക്കും ബഹളവും പിടിച്ചാലും ശരി, ഞായറാഴ്ച കുർബാനയ്ക്കെങ്കിലും വീഴ്ച വരുത്തരുത്. നമ്മൾ കുർബാന കേന്ദ്രീകരിച്ച ജീവിതശൈലി. പള്ളിയെ ചുറ്റിപ്പറ്റിയ നമ്മൾ വളർന്നത്. കുർബാനയില്ലാത്ത ആൾക്കാർ 100 കഷ്ണങ്ങളായിട്ട് പോയി. എത്രയോ സഭകളുണ്ട് വിശുദ്ധ കുർബാനയില്ലാത്ത സഭകൾ, ബന്ദിക്കോസ് സഭകൾ. അത് ആദ്യം ബന്ദിക്കോസ്, പിന്നെ സ്വന്തക്കോസ് എന്നും പറഞ്ഞ് 100 കഷ്ണങ്ങളായിട്ട് വെട്ടിമുറിയുന്ന കാണാം. കാരണം ഒരുമിപ്പിക്കുന്ന ഒരു അൾത്താരയില്ല, ഒരുമിപ്പിക്കുന്ന ഒരു വൈദികനില്ല, ഒരുമിപ്പിക്കുന്ന ഒരു ബലിപീഠമില്ല. അവിടെയാണ് സഭയുടെ വളർച്ച. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ സഭയ്ക്കുണ്ട്. പക്ഷെ എന്നാലും ഈശോ മിശിഹ എന്ന അത്ഭുതം പോലെ സഭ എന്ന അത്ഭുതം. 2006 വർഷങ്ങളായിട്ട് ഈ സഭ ഇതുപോലെ നിൽക്കുന്നു. ഏകവും പരിശുദ്ധവും അപ്പസ്തോലികവും സൈഹികവും സാർവത്രികവുമായ ഒരു സഭ. അതിന്റെ അടിസ്ഥാനം വിശുദ്ധ കുർബാന കേന്ദ്രീകരിച്ച ദേവാലയം കേന്ദ്രീകരിച്ചതാണ്. അതുകൊണ്ടാണ് കുടിയേറ്റ കാലങ്ങളിലൊക്കെ പണ്ട് 10ഉം 50ഉം കുടുംബങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഒരച്ഛനെ പോയി കൊണ്ടുവന്നില്ല. അച്ഛനെ കൊണ്ട് കുർബാന ചെല്ലിക്കാൻ വേണ്ടി ഇല്ല് കീറി കമുങ്ങ് കീറി ഒരു ഷെഡ് കെട്ടും, പുല്ലുമേയും. ആ ഷെഡിനിട്ട പേര് പള്ളി. പള്ളി വന്ന ആൾക്കാർക്ക് ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് വരുമ്പം ഇറച്ചി മേടിക്കാൻ കശാപ്പ് കട, മീൻകട, മുറുക്കാൻകട, വീടിക്കട, പലചരക്ക് കട, ചായക്കട, ഇതെല്ലാം ഉണ്ടാക്കി പള്ളിയോട് ചേർത്ത് ആ കവലയ്ക്കിട്ട പേര് പള്ളിക്കവല എന്നായിരുന്നു. പള്ളി വന്ന ആൾക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി മറ്റൊരു ഷെഡ് കെട്ടി, അതിന്റെ പേര് പള്ളിക്കൂടം എന്നായിരുന്നു. പള്ളി, പള്ളിക്കവല, പള്ളിക്കൂടം. അങ്ങനെ ദേവാലയം കേന്ദ്രീകരിച്ചാണ് നമ്മൾ വളർന്നത്. അപ്പൊ അതിന്റെ ശക്തി നമുക്കുണ്ടെന്ന്. ആ ഒരു ശക്തി
വിശുദ്ധ കുർബാനയ്ക്കെതിരിയിരിക്കുന്ന ശക്തി ഇന്ന് എന്റെ ജീവിതത്തിന് ബലം നൽകുവാൻ വർത്തമാനകാല യാഥാർത്ഥ്യമാണ് വിശുദ്ധ കുർബാന. 3, ഇതൊരു ഭാവികാല യാഥാർത്ഥ്യമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ അർപ്പിച്ച ബലി എന്ന രീതിയിൽ ഭൂതകാല യാഥാർത്ഥ്യം. ഇന്ന് എനിക്ക് ബലം തരാൻ വർത്തമാനകാല യാഥാർത്ഥ്യം. എന്റെ പുനരുത്ഥാനത്തിന് അച്ചാരം എന്ന രീതിയിൽ ഇതൊരു ഭാവികാല യാഥാർത്ഥ്യം. പുനരുത്ഥാനത്തിന് അച്ചാരം എന്ന രീതിയിൽ ഇതൊരു ഭാവികാല യാഥാർത്ഥ്യമാണ്. ഈശോ പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിച്ചാലും നിത്യം ജീവിക്കും. പുനരുത്ഥാനത്തിന് അച്ചാരം എന്ന രീതിയിൽ ഇതൊരു ഭാവികാല യാഥാർത്ഥ്യം. ഇടവക വികാരിമാരുടെ മധ്യസ്ഥൻ എന്ന് അറിയപ്പെടുന്ന ആളാണ് വിശുദ്ധ ജോൺ മേരി വിയാനി അച്ഛൻ. സെമിനാരി പഠിക്കുന്ന സമയത്ത് 100-ൽ 10 മാർക്ക് പോലും കിട്ടാൻ ഒത്തിരി കഷ്ടപ്പെട്ട വൈദിക വിദ്യാർത്ഥി ജീവിത വിശുദ്ധി കൊണ്ട് പട്ടം കൊടുത്തു. സിറ്റിയിലെങ്ങാനും അപ്പോയിന്റ് ചെയ്താൽ മനുഷ്യരെ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് സിറ്റിയിൽ അപ്പോയിന്റ്മെന്റ് നടത്താതെ ഫ്രാൻസിലെ ഉൾനാടൻ ഗ്രാമമായ ആർട്സ് എന്ന സ്ഥലത്തേക്ക് മലമോട്ടിലെ വികാരിയായിട്ട് അച്ഛനെ അപ്പോയിന്റ് ചെയ്തു. കാരണം ഉൾപ്രദേശമാകുമ്പം ആൾക്കാർ ചോദ്യം ചോദിച്ച് കുഴക്കുകയല്ലോ. അച്ഛൻ ഇങ്ങനെ ഒരു ഇരുമ്പ് പെട്ടിയും തൂക്കി മലയിറങ്ങി പോവുക ആർസിലെ പള്ളിയിലേക്ക്. നടന്ന് മടുത്തപ്പോൾ ഇടയച്ചെറുക്കനെ കണ്ടു. അച്ഛൻ അവനോട് ചോദിച്ചു, മോനെ, ആർസിലെ പള്ളിയിലേക്കുള്ള വഴി നീ എനിക്കൊന്ന് കാണിച്ചു തരാമോ? അവൻ പറഞ്ഞു, പള്ളിയിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തന്നാൽ അച്ഛൻ എനിക്ക് എന്നാ തരും? അച്ഛൻ പറഞ്ഞു, മോനെ, പള്ളിയിലേക്കുള്ള വഴി നീ എനിക്ക് കാണിച്ചു തന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം, പോരാൻ പറഞ്ഞു. ഇവൻ പെട്ടിയും തൂക്കി അച്ഛന്റെ പിന്നാലെ നടന്നു. പിന്നീട് പറയുന്നത്, അച്ഛന്റെ മരണം വരെ അവൻ അച്ഛന്റെ കൂട്ടത്തിൽ ജീവിച്ചു. ഈ ജോൺ മേരി വിയാനി അച്ഛൻ വികാരിയായിട്ട് ചാർജ് എടുത്തതിന്റെ 3-ാം ദിവസം ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ജനൽ തുറന്നു നോക്കുമ്പോൾ 50 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി പോകുന്നു. ഇടിമിച്ച് വീർത്ത മുഖമായിട്ട് ഈ മനുഷ്യൻ കയറി പോവുക. അദ്ദേഹം ഇങ്ങനെ കയറി പോകുമ്പോൾ അച്ഛൻ നോക്കി നിന്നു. 2.5 മണിക്കൂർ കഴിഞ്ഞ് ഈ മനുഷ്യൻ ഒരു 4:30 മണിയോടുകൂടി പള്ളിയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. കയറിപ്പോയപ്പോൾ ഇടിമിച്ച മുഖമായിട്ട് പോയ ആള് ഇറങ്ങി വരുമ്പോൾ ചിരിച്ചുകൊണ്ട് വരുന്നു. അപ്പൊ അച്ഛൻ ഒരാഴ്ച കാലം ഇയാളെ നോക്കി. ഒരാഴ്ച കഴിഞ്ഞ് അച്ഛൻ ചോദിച്ചു, നിങ്ങൾ എല്ലാ ദിവസവും വീർത്ത മുഖമായിട്ട് പള്ളിയിൽ കയറി പോകുന്ന കാണാം, പിന്നെ ചിരിച്ചുകൊണ്ട് പോരുന്ന കാണാം, നിങ്ങളിൽ എന്താ സംഭവിക്കുക? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞാ, ഒത്തിരി മനപ്രയാസമുള്ള ഞാൻ മനസ്സിന്റെ ഒരുപാട് ഭാരത്തോടുകൂടി ഉച്ച കഴിഞ്ഞ് പള്ളിയിൽ വരും. ഭാര്യ തളർന്നു കിടക്കുന്നവളാ, 2 മക്കൾക്ക് പഠിക്കാനുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പിള്ളേരെ സ്കൂളിൽ വിട്ട് വീട്ടിലെ അത്യാവശ്യ പണിയൊക്കെ ഒതുക്കിയിട്ട് 7 മണിക്ക് ഞാൻ ജോലിക്ക് പോകും, 1 മണിയാകുമ്പം പണി കഴിഞ്ഞ് വരും. പിന്നെ എല്ലാം വിളമ്പി ഞങ്ങൾ ഉണ്ട് കഴിയുമ്പോഴത്തേക്ക് എന്റെ മനസ്സ് വല്ലാതെ അങ്ങ് തളരും. പിന്നെ ഏക ശക്തി ഈ പള്ളിയാ. ഞാൻ ഈ പള്ളിയിലോട്ട് പോരും, ഞാൻ സക്രാരിയിലെ ഈശോയെ നോക്കിക്കൊണ്ടിരിക്കും, അവൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പം സൂര്യപ്രകാശത്തിൽ മഞ്ഞുകട്ട ഉരുകുന്ന പോലെ എന്റെ മനപ്രയാസം അങ്ങ് ഉരുകിത്തീരുക. ഈ അച്ഛന്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വർദ്ധിക്കാൻ ഒത്തിരി കാരണമായി തീർന്നത് ഈ മനുഷ്യനുമായുള്ള സംഭാഷണമാണ്. അച്ഛന് പ്രായമായി, തീർത്ത് പ്രായവും രോഗവും ക്ഷീണമായി കഴിഞ്ഞപ്പോൾ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസത്തിൽ അദ്ദേഹം 2 കിലോമീറ്റർ ചുറ്റളവുള്ള ആർസിലെ ഇടവക മുഴുവൻ പന്തലിട്ട് അലങ്കരിച്ചിട്ട് അച്ഛനേക്കാൾ തൂക്കവും പൊക്കവും ഉള്ള ഒരു മുഴുത്ത അരളിക്കായിൽ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്തും. ആൾക്കാർ ചോദിച്ചു, ഇത്രയും ബുദ്ധിമുട്ടി അച്ഛൻ എന്തിനാ ഈ പ്രദക്ഷിണം നടത്തുന്ന, പള്ളി ആരാധന വെച്ചാൽ പോരെ? അപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടിയുണ്ട്, ബലഹീനനും കഴിവില്ലാത്തവനുമായി എന്നെ എന്റെ ഈശോ ഇത്രയും പൊക്കിപ്പിടിച്ചെങ്കിൽ അവനെ പൊക്കിപ്പിടിക്കുന്നതിൽ ഞാൻ എന്തിനാ നാണം കെടുന്നത്? കഴിവില്ലാത്തവനും ബലഹീനനുമായ എന്നെ എന്റെ തമ്പുരാൻ ഇത്രയും പൊക്കിപ്പിടിച്ചെങ്കിൽ അവനെ പൊക്കിപ്പിടിക്കുന്നതിൽ ഞാൻ എന്തിനാ ലജ്ജിക്കുന്നത്? കുർബാനയ്ക്ക് ഊന്നൽ കൊടുക്കുന്നു. വിശുദ്ധ കുർബാന നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ 2 അനുഭവങ്ങളാണ് കുർബാന നമുക്ക് തരിക. 1 പെസഹ അനുഭവം, 2 ഇമ്മാനുവൽ അനുഭവം. ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് തരുന്നത് 2 അനുഭവങ്ങളാണ്. 1 പെസഹ അനുഭവം, 2 ഇമ്മാനുവൽ അനുഭവം. എന്താണ് പെസഹ എന്ന വാക്കിന്റെ അർത്ഥം? കടന്നുപോകൽ. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോകൽ. കടന്നുപോകലിന്റെ രാത്രിയിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഓരോ കുർബാനയിലും പങ്കെടുക്കുമ്പം നമുക്കുണ്ടാകേണ്ട ചിന്ത, അരളിക്കായിൽ ആരാധനയ്ക്ക് ഈശോയെ പരസ്യമായിട്ട് എഴുന്നള്ളിച്ചു വെക്കുമ്പം നമുക്കുണ്ടാകേണ്ട ചിന്ത, വൈദികന്റെ കരങ്ങളിൽ ഇതെന്റെ ശരീരമെന്ന് പറഞ്ഞ് ഉയർത്തപ്പെടുമ്പോൾ ഉണ്ടാകേണ്ട ചിന്ത, സക്രാരി കാണുമ്പോൾ ഉണ്ടാകേണ്ട ചിന്ത, ഞാൻ ഇവിടം വിട്ട് കടന്നു പോകേണ്ടവനാണ്, കടന്നു പോകേണ്ടവളാണ്. ഏത് രോഗം വന്നാലും മനസ്സ് വാടരുത്, ഏത് തകർച്ച വന്നാലും പതലരുത്, ഏത് കുത്തുവാക്ക് കേട്ടാലും നമ്മൾ വാടരുത്.
സ്തംഭം. ഇതൊക്കെ കണ്ടപ്പം ജനം പറഞ്ഞു, ഇതാ നമ്മുടെ കൂടെ ദൈവം ഇരിക്കുന്നു. ഇതുപോലെ ഇന്ന് നമുക്ക് തൊടാനൊരു ദൈവം, തൊട്ട് രുചിക്കാനൊരു ദൈവം, എടുത്തു മുത്താനൊരു ദൈവം, ദൈവം നമ്മോടുകൂടെ അപ്പത്തിന്റെ രൂപത്തിൽ, വീഞ്ഞിന്റെ സാദൃശ്യത്തിൽ, അപ്പത്തിന്റെ സാദൃശ്യത്തിലിരിക്കുന്നു. നമുക്ക് തൊടാനൊരു ദൈവം. വിശുദ്ധന്മാർക്കിടയിലെ ഏറ്റവും വയറുള്ള പുണ്യവാളൻ ആരെന്ന് ചോദിച്ചാൽ, സഭയിലെ ഏറ്റവും വയറുള്ള വിശുദ്ധൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വിശുദ്ധ തോമസ് അക്വീനാസ് ആയിരുന്നു. സഭയിൽ ഏറ്റവും വലിയ വയറുള്ള വിശുദ്ധനായിരുന്നു തോമസ് അക്വീനാസ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ആശ്രമത്തിൽ ഊട്ടുമേശയുടെ പുറത്ത് പഴങ്ങളും കറികളും വിളമ്പി വെക്കുമ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിനും ഭക്ഷണത്തിനും ഇടയിലുള്ള ഏക തടസ്സം അദ്ദേഹത്തിന്റെ മുഴുത്ത വയർ. അതുകൊണ്ട് ആശ്രമത്തിന്റെ അധിപൻ ഊട്ടുമേശയിൽ പോലെ ഒരു മുഴുത്ത വൃത്തം വെട്ടിവെച്ചു. പുണ്യാളിന് വയറ് അകത്തേക്ക് തള്ളിക്കയറ്റിയിട്ട് പഴമെടുക്കാനും കറിയെടുക്കാനും പറ്റിയ പരുവത്തിൽ. ഇത്രയും വയറുള്ള വലിയ വിശുദ്ധൻ. ദൈവാസ്തിത്വത്തെ ഫിലോസഫി ഉപയോഗിച്ച് ഇന്റർപ്രറ്റ് ചെയ്ത ആളാണ് തോമസ് അക്വീനാസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പേടി ഇടിമുഴക്കമായിരുന്നു. ഇടിമുഴക്കവും ഇടിമിന്നലും ഉണ്ടാകുമ്പോഴേ തോമസ് അക്വീനാസ് എന്ന വിശുദ്ധൻ ഓടി ചെന്ന് കയറും ആശ്രമം കപ്പേളയില്. കയറിയിട്ട് സക്രാരി അങ്ങ് തുറക്കും. തുറന്നിട്ട് തല അതിനകത്തോട് വെച്ച് അങ്ങ് അടഞ്ഞു നിൽക്കും. എപ്പോൾ ഇടിമുഴക്കം നിൽക്കുവോ തലയെ ഉരുക്കൊണ്ട് വരും. ഇതാണ് തോമസ് അക്വീനാസിന്റെ ഭയത്തിൽ ശക്തി കൊടുത്ത മേഖല. ധൈര്യം കിട്ടാൻ വേണ്ടി സക്രാരിയുടെ അകത്ത് തല വെച്ചിട്ട് അവിടെ അങ്ങനെ അങ്ങ് നിൽക്കുക. ഇടിമുഴക്കം കഴിയുമ്പോൾ തിരിച്ചു പോരുക. ഇമ്മാനുവൽ, തൊടാൻ ഒരു ദൈവം. ഇതാണ് യേശു. കർത്താവിന്റെ ഈ ജീവിത ശൈലി, ഇമ്മാനുവൽ അനുഭവം, പെസഹാനുഭവം തരുന്ന ഈശോ നമുക്ക് തരുന്ന ഒരു വാക്ക് തിരുപ്പാതയം എന്ന വാക്കാണ്. തിരുപ്പാതയം. പാതയം എന്ന് പറഞ്ഞാൽ വഴിയിലെ പൊതിച്ചോറെന്നാണ്. യാത്ര പോകുന്ന ആൾക്കാർ കയ്യിൽ പൊതിഞ്ഞു കിട്ടുന്ന പൊതിച്ചോറിന്റെ പേര് പാതയം. ഈ ലോകത്തു നിന്നും അങ്ങേ ലോകത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ പൊതിഞ്ഞു കിട്ടിത്തരുന്ന വിശുദ്ധ പൊതിച്ചോറാണ് വിശുദ്ധ കുർബാന. എന്റെ രണ്ടാമത്തെ ആഗമനം വരെ നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യും. 1961 നവംബർ മാസം 21 വൈകിട്ടാണല്ലോ അമേരിക്കയിലെ ന്യൂയോർക്ക് ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു കോൺവെന്റിലേക്ക് ഒരു ടെലിഫോൺ കോൾ. നാളെ രാവിലെ നിങ്ങളുടെ മഠത്തിൽ കുർബാനയുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞ പാടെ 3 പുരുഷന്മാർ കുർബാനയ്ക്ക് കാണുമെന്ന് പറഞ്ഞിട്ട് റിസീവർ താഴെ വെച്ചു. ആരാണെന്നൊരു പിടിയുമില്ല. ദിവസം രാവിലെ 6:30 ആയപ്പോൾ ആ കോൺവെന്റിന്റെ മുമ്പിൽ അമേരിക്കയുടെ സർവ്വസൈന്യാധിപനായ ജോൺ എഫ് കെന്നഡി 2 അംഗരക്ഷകരോടുകൂടി കുർബാനയ്ക്ക് വന്നു. അവിടെ വന്ന് പങ്കെടുത്തു പോയി, തികച്ചും ആകസ്യമായിട്ട്. അന്ന് രാത്രി ലോകം കണ്ണീരിലാണ്ട വാർത്ത കേട്ടു. ഡാളസ് ഈ സ്ഥലത്ത് വെച്ച് ഒരു മനുഷ്യന്റെ വെടിയുണ്ടയേറ്റ് മരിച്ചു വീണ ജോൺ എഫ് കെന്നഡിയെ കുറിച്ച്. അവസാന ദിവസത്തെ യാത്രയിലും ആത്മാവിന് വിടുന്ന ഭക്ഷണം എടുത്തുകൊണ്ടുള്ള യാത്ര തിരുപ്പാതയം വിശുദ്ധ കുർബാന. ഈ കുർബാനയിൽ നമ്മുടെ പങ്കെടുക്കൽ എങ്ങനെയാണെന്ന് ഒന്ന് ഓർത്താൽ മതി. പലപ്പോഴും നമുക്ക് കുർബാന ഇന്ന് ഒരു യാന്ത്രികതയായിട്ട് മാറുന്നവരുണ്ട്. റഷ്യൻ മനഃശാസ്ത്രജ്ഞനായ പാവ്ലോവിന് ഒരു പട്ടിയും പൂച്ചയുണ്ട്. അദ്ദേഹത്തിന്റെ പൂച്ചയുടെ പ്രത്യേകത, അദ്ദേഹം പൂച്ചയെ മേശക്കാലെ കെട്ടിയിടും. പൂച്ചയുടെ 2 കൈ ഒരു പാട്ടത്തകിടിന്റെ പുറത്തോട്ട് വെക്കും. എന്നിട്ട് പാട്ടത്തകിടിന്റെ അങ്ങേയറ്റത്ത് തകിടിന് കീഴെ ഒരു ഓട്ടുവിളക്ക് കത്തിച്ചു വെക്കും. ഈ വിളക്കിന്റെ ജ്വാലയിൽ തകിട് പഴുക്കാൻ തുടങ്ങും. പാട്ടത്തകിട് പഴുത്ത് പൊള്ളുമ്പോൾ ഈ പൂച്ച 2 കൈയും പൊക്കാനും താക്കാനും തുടങ്ങും. ഈ സമയത്ത് പാവ്ലോവ് ദോരേ മീ ഫാ സോലാ സീതോ എന്ന് ഈ കർണാടക സംഗീതത്തിന് വെസ്റ്റേൺ മ്യൂസിക് വയലിനിൽ വായിക്കും. പാട്ട് വായിക്കുന്നതനുസരിച്ച് കൈ പൊള്ളുന്ന പൂച്ച പൊക്കുക, താക്കുക, താക്കുക, പൊക്കുക. 3 മാസം കഴിഞ്ഞു പൂച്ചയെ അടിച്ചുവിട്ടു. പക്ഷെ എപ്പോഴെല്ലാം പാവ്ലോവ് ദോരേമി ഫാ സോലാ സീത എന്ന് വായിക്കുവോ അപ്പോഴെല്ലാം പൂച്ച കൈ പൊക്കുകയും ചെയ്യും, താക്കുകയും ചെയ്യും. ഇതാണ് പൂച്ചയ്ക്ക് കൊടുത്ത ട്രെയിനിങ്. അദ്ദേഹത്തിന്റെ പട്ടിയെ മേശക്കാലെ കെട്ടിയിട്ടു. കയ്യിൽ 50 ഗ്രാം ഇറച്ചി മേടിച്ചിട്ട് തുളച്ചിട്ട് ഇറച്ചി പട്ടിയുടെ വായിലേക്ക് ഇങ്ങനെ മുട്ടിക്കും. പട്ടി 2 കാലെ കുത്തിപ്പൊങ്ങി ഉമിനീരൊലിപ്പിച്ച് ഇറച്ചിയെ കടിക്കാൻ നോക്കും. അപ്പോൾ ഇടത് കൈയിൽ ഒരു മണി ഇങ്ങനെ കിരിക്കൊണ്ടിരിക്കും. 1/2 മണിക്കൂർ ട്രെയിനിങ് കഴിഞ്ഞ് ഇറച്ചി തിന്നാൻ കൊടുക്കും. 3 മാസം കഴിഞ്ഞ് പട്ടിയെ അഴിച്ചു വിട്ടു. ഇറച്ചിയില്ല, മേശ കെട്ടിയിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ എപ്പോഴെല്ലാം പാവ്ലോവ് പഴയതുപോലെ മണി കിളിക്കുന്ന സ്വരം കേൾക്കുവോ, മണി കിളിക്കുന്ന കേൾക്കുമ്പം പട്ടി 2 കാലെ കുത്തിപ്പൊങ്ങി ഉമിനീരൊലിപ്പിക്കാൻ തുടങ്ങും, ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങും. ഇതാണ് പാവ്ലോവിന്റെ പൂച്ച, പാവ്ലോവിന്റെ പട്ടി. ഇതുപോലാണോ കർത്താവിന്റെ മക്കളായ നമ്മളെന്ന് ഒന്ന് ഓർക്കണം. പള്ളിയിൽ ഏതാണ്ടൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ കുർബാനയ്ക്കകത്ത് പങ്കെടുക്കുന്നു. അങ്ങനെ പങ്കെടുത്തപ്പോൾ ആരോ ഒരു കുത്ത് ഞെട്ടി നോക്കി. ഉടനെ കക്ഷി പൊതി പോലെ സമാധാനം വേണ്ട എന്നാ പിടിച്ചു. വേറെ എന്തോ ഓർത്തോണ്ട് നിൽക്കുമ്പം ഒരു മണികിലുക്കം ഉടനെ തല കുനിക്കും. നമുക്കുണ്ട് യാന്ത്രികത. എന്നും പള്ളിയിൽ പോകുന്ന ആൾക്കാര് സിനിമാ തിയേറ്ററിൽ ചെന്നാലും തിരിച്ചറിയാൻ പറ്റും. പടം കാണാൻ വേണ്ടി പോവുക, വാതില് കിടന്ന് പകുതി ഭാഗം കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോവുകയാണോ, സ്ക്രീനെ നോക്കിയാണെങ്കിലും ഒന്ന് കുമ്പിടും, കുമ്പിട്ടിട്ടേ പോകത്തുള്ളൂ. ഇങ്ങനെ പഠിച്ചു പോയവരുണ്ട്. ഇതാണ് യാന്ത്രികത എന്ന് പറയുക. ഞാൻ ഒരു കുരിശുവര തിരുനാളിന് സോസറി കരിയും വെച്ച് തള്ളവരല് കരിക്കകത്ത് വെച്ച് ഇങ്ങനെ നിൽക്കുക. ഒരു ചേട്ടത്തി അച്ഛന് മുമ്പോട്ട് വന്നിട്ടുണ്ട്.
നീട്ടി കാണിച്ചു. കാരണം അച്ഛന് മുമ്പിൽ വരിക എന്ന് പറഞ്ഞാൽ നാക്ക് നീട്ടുക എന്നുള്ളത് പഠിച്ചു പോയി. ഇതാണ് യാന്ത്രികത. അപ്പോൾ കുർബാന നമുക്ക് യാന്ത്രികതയായിട്ട് മാറുന്നുണ്ടോ? യാന്ത്രികതയാണെങ്കിൽ ആ യാന്ത്രികതയിൽ നിന്നും ഒരു തിരിച്ചുവരവ് ആവശ്യം. ചിലപ്പോഴൊക്കെ പള്ളിയിലൊക്കെ കുർബാനയ്ക്ക് പിള്ളേരൊക്കെ വായിക്കുന്നതും ചിരി വരും. എന്തോ ഒരു സ്പീഡില്ല. നമ്മുടെ കർത്താവ് ഞാൻ ദൃഢമായി ശരണപ്പെട്ടു എന്ന് ഒരു ഭാഗം. രണ്ടാം പ്രാവശ്യമോ ദരിദ്രരെ ഭക്ഷിച്ച് തൃപ്തരാകുമെന്ന്. ചിലരങ്ങോട്ട് വായിക്കും, നമുക്ക് തിരിയുന്നത് ദരിദ്രരെ ഭക്ഷിച്ച് തൃപ്തരാകും. എന്നാ സ്പീഡില്ല. ചിലര് ശുശ്രൂഷയുടെ ഭാഗമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് സഹോദരിയെ നമുക്ക് തല കുനിച്ച് കയ്പിനായി പ്രാർത്ഥിക്കാം, കയ്പിനായിട്ട് പ്രാർത്ഥിക്കാം. കൈവെപ്പിന്റെ വെപ്പില്ല, കയ്പിനായി പ്രാർത്ഥിക്കാം. ഞാനോട് ദൈവം ഇതെന്നാ വായനയാണ്. പിന്നെ കുർബാന കണ്ടപ്പോഴല്ലേ കപ്പ്യാരെ കടത്തിവിടുന്നാണ് അച്ഛൻ ചെല്ലുന്നു. കർത്താവെ ശക്തനായ ദൈവമേ, സകല സൗഭാഗ്യം നിറഞ്ഞ് മുടിഞ്ഞു നിൽക്കുന്ന സഭയെന്നാ ഈ ചൂടി എന്നുള്ള വാക്ക് കേൾക്കാനില്ല. ഇപ്പൊ എല്ലാരും ഒന്ന് വിഴുങ്ങുന്ന കാലമാണ്. എല്ലായിടത്തും ഒരു യാന്ത്രികതയുണ്ട്, ഒരു വിഴുങ്ങലും യാന്ത്രികതയും. ഞാനൊരിക്കല് തീരപ്രദേശത്തുള്ളൊരു പള്ളിയിൽ കുർബാനയെ പങ്കെടുക്കുക. അപ്പം കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ യാന്ത്രികതയുണ്ട്. ചില അച്ഛന്മാരെ തന്നെ കണ്ടിട്ടുണ്ട്, ഒറ്റയ്ക്കൊന്ന് പുറകുറുക്കുന്നു. സമാധാനം നിങ്ങളോട് കൂടെ തിരിഞ്ഞിട്ട് ആർക്കെവിടെ എന്നാ സമാധാനം എവിടെ ഇരിക്കുന്നു, ഒറ്റയ്ക്കിരുന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ തീരപ്രദേശത്ത് പള്ളി കുർബാനയെ പങ്കെടുക്കുക. അപ്പം കുർബാനയുടെ പാതിക്കാലത്ത് ചെല്ലുന്നത് ഇത് എന്റെ ശരീരം ആകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം, അതിന് ലാറ്റിൻ മാസിന്റെ രീതിയിൽ. അപ്പം അച്ഛൻ ഇങ്ങനെ ചെല്ലി. ആ ചെല്ലുന്ന സമയത്ത് ഈ മീനൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി കാക്ക എന്ന് കാരിക്കുണ്ട് ഇരിപ്പുണ്ട്. പെരുന്നാൾ കുർബാനയാണ്. അച്ഛൻ ഇങ്ങനെ ചൊല്ലി, ഇത് എന്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം എന്നും പറഞ്ഞ് തിരുവോസ്തി പൊക്കിയപ്പോ കാക്ക കാർന്നു. മൈക്കിന് മുമ്പിലാണ് നിൽക്കുന്നതെന്ന് ഓർക്കാതെ അച്ഛൻ തിരുവോസ്തി പൊക്കി പിടിച്ചോണ്ട് ഇത് എന്റെ ശരീരം, കാക്ക കാറിയപ്പം ആരുമില്ല ഈ ഗോപിനെ തല്ലിക്കൊല്ലാനെന്ന് കൈ പിടിച്ചോണ്ട് ചെല്ലുന്ന കേട്ടിട്ടുണ്ട്. ഇതാണ് ശുദ്ധ യാന്ത്രികത എന്ന് പറയാ. അന്തരീക്ഷം മറക്കുന്ന അവസ്ഥകൾ നമുക്കുണ്ട്. അന്തരീക്ഷം മറക്കുന്നവര്. ഇപ്പൊ ബലിയർപ്പണം നമ്മൾ സജീവമാക്കുക, അത് ജീവദായകമാക്കുക, അത് അനുഭവമാക്കി മാറ്റുക, അത് തിരുപ്പാധേയമാണ്. അതോടൊപ്പം തന്നെ ഒരു പുനരുത്ഥാനത്തിന്റെ അച്ചാരമാണ്. ജീവിതയാത്രയിൽ വെളിച്ചമായിട്ട് കടന്നു വരുന്നു. വീണ്ടും ഈ വിശുദ്ധ കുർബാന നമ്മളെ വിളിക്കുന്നതിനു വേണ്ടിയാ? ഒതുങ്ങാൻ വിളിക്കുന്നു. കുർബാന എപ്പോഴും നമ്മളെ വിളിക്കുന്നത് ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, എല്ലാവർക്കും മറ്റുള്ളവരെ ഒതുക്കാനാണ് ഇഷ്ടം, ഒതുങ്ങാൻ ബുദ്ധിമുട്ട്. വാജ്പേയി എങ്ങനെ ഒതുക്കാവുന്ന വൃദ്ധനായ അദ്വാനി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കരുണാകരനെ എങ്ങനെ ഒതുക്കാവുന്ന ഒരു കൂട്ടര് 90-ാം വയസ്സിൽ എങ്ങനെ മുഖ്യമന്ത്രി ആകാമെന്ന് കരുതി പുള്ളിക്കാരൻ. എല്ലാവരും ഒതുക്കല. അച്യുതാനന്ദനെ ഒതുക്കാൻ പിണറായി ഒതുക്കാൻ അച്യുതാനന്ദൻ. എല്ലാവരും ഒതുക്കല. ഭാര്യയെ ഒതുക്കുന്നത് എങ്ങനെയെന്ന് ഭർത്താവ്, അവളെ എങ്ങനെ ഒതുക്കാവുന്ന ഭാര്യ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കുന്ന ലോക. അവിടെയാണ് ഒതുങ്ങാൻ പഠിപ്പിക്കുന്നവനാ കർത്താവ്. ഒതുങ്ങാൻ. ഞാന് കാഞ്ഞങ്ങാട് ബൈബിൾ കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോരുക. ട്രെയിനേ കയറി ഞാനിരിക്കുന്ന സീറ്റ് എന്റെ അടുത്ത് വേറെ ചെറുപ്പക്കാരനിരിപ്പുണ്ട്. അവൻ 2 കാലും കൂടെ അരപരലോങ് അകത്തി കുത്തി ഇങ്ങനെ ഇരിക്കുക. മൂന്നാമതൊരാൾക്ക് ഇനി ആര് വന്നാലും ഇരുത്തുകയില്ല എന്ന പരുവത്തിലാ ഇവന്റെ ഇരിപ്പ്. കണ്ണൂര് വന്നപ്പം പൊടി പിടിച്ച ദേഹവുമായി ഒരു ചാക്കുകെട്ടുമായിട്ട് പ്രായം ചെന്നൊരു കാർന്നവര് ബസ്സിന് ഈ സീറ്റിലേക്ക് കയറി വന്നു. അപ്പം ഇയാൾ ഞങ്ങളെ നോക്കി. ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, എന്റെ അടുത്തിരുന്നവനോട് പറഞ്ഞു, കാലൊന്ന് ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചേട്ടനെ കൂടെ ഇരുത്താവല്ലോ എന്ന് വയ്യ പറഞ്ഞു. അവൻ എടുത്തടിച്ചതുപോലെ പറയാ, എല്ലാരെയും ഇരുത്താവുന്നൊന്നും ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു ബുദ്ധിമുട്ട്, എന്നാ പറയാന്. വേണേ എഴുന്നേറ്റ് കൊടുത്ത ആളെ ഇരുത്താം, പക്ഷെ അത് പിന്നെ ഒരു അന്തരീക്ഷം മോശമാകുമല്ലോ. ഞാൻ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഒരു ഇന്ത്യ ടുഡേ മാസിക വായിച്ചുകൊണ്ടിരിക്കുക. ആ നാട്ടിലെ ഒരു ശൈലിയാണ്. ABCD M വരെ അറിയത്തുള്ളെങ്കിലും ഇന്ത്യ ടുഡേയും കൂടെ അടങ്ങും സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. അങ്ങനെ വായിച്ചു വരുമ്പോഴാണ് മൻമോഹൻ സിംഗ് തലയും കുത്തി നിൽക്കുന്നത്. അപ്പോഴാണ് മാസിക തിരിച്ചാ പിടിച്ചെന്ന് പിടി കിട്ടുക. എന്നിട്ട് വീണ്ടും വായിക്കും. അങ്ങനെയുള്ളവരുടെ ലോകമാണ്, നമ്മുടെ നാടെന്ന് പറയുന്നത്. ഇവനിങ്ങനെ വായിച്ചിരുന്നപ്പോഴത്തേക്ക് ഞാനും ഒരു ചെറിയ പുസ്തകമുണ്ട്, അതും വായിച്ച് ഞാനും അങ്ങോട്ടും തിരിഞ്ഞിരുന്നു. കാരണം മിണ്ടാൻ്റെ ബുദ്ധിമുട്ട്. കോഴിക്കോട് വടകര വന്നപ്പം ഇവന് വല്ലാത്തൊരു മനക്കടി. എന്നോട് പറഞ്ഞ് തെറ്റിപ്പോയോന്ന് അവനൊരു തോന്നല്. പാവം പറയാ, അച്ഛാ കുറെ നാൾ മുമ്പ് ഞാൻ കൊല്ലത്തുനിന്ന് ട്രെയിനേ കയറാൻ നോക്കിയപ്പോൾ 2 പേരിരിക്കുന്ന സീറ്റ് ഞാനും കൂടി ഇരുന്നോട്ടെന്ന് ചോദിച്ചപ്പം പറയുക, ഞങ്ങൾ ടിക്കറ്റ് എടുത്തച്ചാ യാത്ര ചെയ്യുന്നതെന്ന്. എന്നോട് പറഞ്ഞത് ശരിയാണ്. ഇവന്റെ മനക്കടി മാറ്റിക്കൊണ്ട് വരിക. ഇവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം ഇവനോട് പണ്ട് കൊല്ലത്ത് വെച്ച് ആരോ അങ്ങനെ പറഞ്ഞതുകൊണ്ടെന്നാ. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞവരോട് തിരുവനന്തപുരത്ത് വെച്ച് അതിനേക്കാൾ കൂടിയത് വേറെ ആരോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ കണ്ണി നമുക്കിവിടെ പൊട്ടിക്കാവല്ലോ. ഇടത്തെ കാല് വലത്തെ കാലിനോട് ഒന്ന് മുട്ടിച്ചു വെച്ചാൽ പോരെ. അവൻ കാല് മുട്ടിച്ചു വെച്ചു, യാത്ര സുഗമമായിട്ട് തുടർന്നു. ഇന്ന് ലോകത്തിലെ പ്രശ്നങ്ങളുടെ കാരണം എന്താ? ഒതുങ്ങാൻ ആർക്കും മനസ്സില്ല, എല്ലാവർക്കും ഒതുക്കാൻ ഇഷ്ടം. യേശുവിന്റെ ജീവിതം ഒതുങ്ങുന്ന ജീവിതമാണ്.
സർവപ്രപഞ്ചത്തിന്റെയും കർത്താവ് മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒതുങ്ങി. 33 വർഷക്കാലം നസ്രത്തിൽ ഒതുങ്ങി. ഒരു കാൽവരി കുരിശിൽ പുഴുവിനെ പോലെ ഒതുങ്ങി. അരിമത്യാക്കാരൻ ജോസഫിന്റെ വാടക കല്ലറയിൽ അവൻ ഒതുങ്ങി. ഇന്ന് ഒരു ചെറിയ തൂവള്ള ഓസ്തിയിൽ ഒരു വട്ടപൂജ്യത്തിൽ അവൻ ഒതുങ്ങുന്നു. വലിയ ദേവാലയമായ വത്തിക്കാനിൽ പത്രോസിന്റെ ബസിലിക്കായി ചെന്നാലും ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ഒതുങ്ങുന്നത് ആരാ? സക്രാരിയിലെ ഈശോ. ചെറിയ അച്ഛനായ സക്കറിയാസ് അച്ഛന്റെയും ഈ എടുക്കുന്ന സ്ഥലത്തിന്റെ 10-1 സ്ഥലം മതി സക്രാരിയിലെ ഈശോയ്ക്ക്. അത്രയും ഒതുങ്ങുന്നവനാണ് തമ്പുരാൻ. ഒത്തിരി ഒതുങ്ങുന്നവനാ. അപ്പൊ ഒതുങ്ങാൻ വിളിക്കുക. വാർഷിക ധ്യാനത്തിന് ശേഷം ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് അല്പം കൂടെ ഒതുങ്ങിക്കൊടുക്കണം. ഭർത്താവിന് മുമ്പിൽ ഭാര്യ അല്പം കൂടെ ഒതുങ്ങണം. അച്ഛന്റെ മുമ്പിൽ ജനം അല്പം കൂടെ ഒതുങ്ങണം. ഒരു വൈദികൻ നിങ്ങളുടെ മുമ്പിൽ ഒതുങ്ങണം. മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ നിന്ന് ഒതുങ്ങണം. മക്കൾ മാതാപിതാക്കളുടെ മുമ്പിൽ ഒതുങ്ങണം. അങ്ങനെ ഒതുങ്ങിയാൽ കുടുംബം, ജീവിതം ദിവ്യകാരുണ്യ ജീവിതമായിട്ട് മാറും. അപ്രകാരമുള്ള ഒരു ദിവ്യകാരുണ്യ ജീവിതം കരിപ്പിടിപ്പിക്കാനാണ് ദൈവം വിളിക്കുക. അമേരിക്കയിലെ ദമ്പതിമാരെ ഒരു മോനെയും മോളെയും കൊണ്ട് ഇറ്റലിയിൽ ചെന്നു. നേപ്പിൾസ് എന്ന സ്ഥലത്ത് ചെല്ലുകയാണ് 1980കളുടെ അവസാനത്തിന്. അപ്പം മോന്റെ പേര് നിക്കോളാസ്. ഒരു ഇളയ പെൺകുട്ടി 12 വയസ്സുള്ള നിക്കോളാസ്. അപ്പൻ, അമ്മ. അവൻ നേപ്പിൾസ് അവിടുന്ന് ആ ഭാഗത്തു നിന്നും നെപ്പോളി ഭാഗത്തൂടെ ഇവരിങ്ങനെ പോകുന്ന സമയത്ത് കൊള്ളക്കാര് വണ്ടിയുടെ പുറകെ വരിക. ഈ മനുഷ്യൻ വേഗത്തിൽ വണ്ടി വിട്ടു. കൊള്ളക്കാരുടെ സംഘം പുറകെ അവർ വെടിയുണ്ട വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വെടിയുണ്ട കാറിന്റെ പിൻവശത്തെ ചില്ല് തകർത്ത് അകത്തേക്ക് കയറിയപ്പോൾ ഈ നിക്കോളാസ് എന്ന മോന്റെ ദേഹത്തോടെ തുളച്ചാണ് വെടിയുണ്ട കയറി പോവുക. പെട്ടെന്ന് ഈ മനുഷ്യൻ വണ്ടി ചവിട്ടി നിർത്തി. ഇങ്ങനെ പരോൾ നടത്തുന്ന പോലീസുകാരുടെ വണ്ടി പെട്ടെന്ന് അവിടെ എത്തി. പോലീസിനെ കണ്ടപ്പം ഈ കൊള്ളക്കാർ വണ്ടി വിട്ടുപോയി. പോലീസ് വന്നു. ഈ വണ്ടി കുഞ്ഞിനെയും കുടുംബത്തെയും ആശുപത്രിയിൽ എത്തിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിക്കോളാസ് എന്ന 12 വയസ്സുകാരൻ മരിച്ചു. ഉടനെ അപ്പനും അമ്മയും തീരുമാനിച്ച് ഇനി ഈ മോനെയും കൊണ്ട് തിരിച്ച് മൃതശരീരമായിട്ട് അമേരിക്കയ്ക്ക് പോരുന്നില്ല. അവരെന്ത് ചെയ്തു? നിക്കോളാസിന്റെ കണ്ണുകൾ, കരള്, വൃക്കകൾ, കിഡ്നി, അവന്റെ ആന്തരിക അവയവങ്ങൾ കൊടുക്കാവുന്നത് പലതും ദാനം ചെയ്തു. അങ്ങനെ 5 പേർക്കായി ഇവന്റെ പല അവയവങ്ങൾ അവർ കൊടുത്തിട്ട് പോന്നു. 2 വർഷം കഴിഞ്ഞും ഈ ദമ്പതിമാർക്ക് നെപ്പോളിയിൽ ഒരു സ്വീകരണം കൊടുത്തു. അവരവിടെ വന്നപ്പോൾ 5 സ്ഥലങ്ങളിലാണ് സ്വീകരണം ക്രമീകരിച്ചത്. ഇവർ അത്ഭുതപ്പെട്ടു പോയി. അവിടെ ചെന്നപ്പോൾ മനുഷ്യന്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്ന ഒരു സംഘടന ഇറ്റലിയിൽ ശക്തമായി പ്രവർത്തിച്ചു തുടങ്ങി. ആ സംഘടനയ്ക്ക് അവരിട്ടിരുന്ന പേര് നിക്കോളാസ് ഇഫക്റ്റ് എന്നാണ്. നിക്കോളാസ് ഇഫക്റ്റ്, അവയവങ്ങൾ ദാനം ചെയ്യുന്ന നിക്കോളാസ് ഇഫക്റ്റ്. ഈ ഒരു ഇഫക്റ്റാണ് നമുക്ക് വേണ്ടത്. ക്രൈസ്തവരായ നമുക്ക് വേണ്ടത് ഒരു യൂക്കറിസ്റ്റിക് ഇഫക്റ്റ്. നിക്കോളാസ് അവയവങ്ങൾ ദാനം ചെയ്തപ്പോൾ ഒരു സംഘടന ആരംഭിച്ചു, നിക്കോളാസ് ഇഫക്റ്റ് എന്ന പേരിൽ. സ്വന്തം ശരീരവും രക്തവും ദാനം ചെയ്യുന്ന യേശുവിന് മുമ്പിൽ ഇതാ ഒരു യൂക്കറിസ്റ്റിക് ഇഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മുറിച്ചു കൊടുക്കുന്ന, സ്വന്തമായിട്ടൊന്നും വെക്കാത്ത, അവസാനം വരെ കൊടുത്തു തീർക്കുന്ന ഒരു ദിവ്യകാരുണ്യ സംസ്കാരം നമ്മൾ കരിപിടിപ്പിക്കണം. ഇനി വിശുദ്ധ കുർബാനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പം തരുന്ന 4 സന്ദേശങ്ങൾ പതിപ്പിച്ചുകൊണ്ട് ചിന്തകളെ അവസാനിപ്പിക്കാം. ഒരു അപ്പം മനുഷ്യന് തരുന്ന 4 സന്ദേശങ്ങൾ. 1, അപ്പത്തിന്റെ ശൈലി. 2, അപ്പത്തിന്റെ ഭാഷ. 3, അപ്പത്തിന്റെ അർത്ഥം. 4, അപ്പത്തിന്റെ ലക്ഷ്യം. ഒരപ്പം തരുന്ന 4 സന്ദേശങ്ങൾ. ഈ സന്ദേശം സ്വീകരിക്കുമ്പോഴാ ബലിയർപ്പണം പൂർത്തിയാവുക, ജീവിതം ദിവ്യകാരുണ്യ ജീവിതമായിട്ട് മാറുക. 1, അപ്പത്തിന്റെ ശൈലി. 2, അപ്പത്തിന്റെ ഭാഷ. 3, അപ്പത്തിന്റെ അർത്ഥം. 4, അപ്പത്തിന്റെ ലക്ഷ്യം. എന്താണ് അപ്പത്തിന്റെ ശൈലി? പൊടിക്കപ്പെടുക. ഇതാണ് അപ്പത്തിന്റെ ശൈലി. പൊടിക്കപ്പെടുക. ഗോതമ്പ് മണികൾ പൊടിഞ്ഞാലേ ഒരപ്പം ഉണ്ടാകത്തുള്ളൂ. ഗോതമ്പ് മണികൾ പൊടിഞ്ഞാലേ ഒരപ്പം ഉണ്ടാവുള്ളൂ. കുറച്ച് പൊടിഞ്ഞാൽ ബ്രൗൺ കളർ, പല പ്രാവശ്യം ആവർത്തിച്ച് പൊടിച്ചാൽ പ്യുവർ വൈറ്റ്. നിരന്തരമായിട്ട് ഗോതമ്പ് മണി പൊടിയുമ്പോഴാണ് അത് തൂവെള്ള ഓസ്തിയായിട്ട് തീരുക. ഒരച്ഛനെ വിളിച്ചിരിക്കുന്നത്, ഒരപ്പനെ അമ്മയെ വിളിച്ചിരിക്കുന്നത്, ഭർത്താവിനെ ഭാര്യയെ വിളിച്ചിരിക്കുന്നത് യേശുവിന്റെ അൾത്താരയിൽ ഒരു തൂവെള്ള ഓസ്തിയാകാൻ വേണ്ടിയിട്ടാണ്. തൂവെള്ള ഓസ്തിയാകാൻ ഗോതമ്പ് മണികൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചെടിയിൽ നിന്നും പറിച്ചവരെ സ്നേഹിക്കും, വെയിലത്തിട്ട് പൊള്ളിച്ചവരെ ബഹുമാനിക്കും, മില്ലിലിട്ട് പൊടിച്ചവരെ ആദരിക്കും, തീയിലിട്ട് ചുട്ടവരെ ചുംബിക്കും. കാരണം ഗോതമ്പ് മണികൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, യേശുവിന്റെ അൾത്താരയിൽ ഒരു തൂവെള്ള ഓസ്തിയായിട്ട് മാറണം. ഓസ്തിയാകാൻ ആഗ്രഹമില്ലെങ്കിലോ ചെടിയിൽ നിന്നും പറിച്ചവരെ പ്രാകും, വെയിലത്തിട്ട് പൊള്ളിച്ചവരെ ശപിക്കും,
മില്ലിലിട്ട് പൊടിച്ചവരെ പഴിക്കും, ചുട്ടവരെ വെറുക്കും. കാരണം ഓസ്തിയാകാൻ ആഗ്രഹമില്ല. അമേരിക്കയിൽ ഇന്ന് ജോലിയിലായിരിക്കുന്ന നിങ്ങളെയും ഈ വന്നിരിക്കുന്ന എന്നെയും നമ്മൾ ലോകത്തിന്റെ ഏതു ഭാഗത്താണെങ്കിലും ശരി, നമ്മളെല്ലാം ഒരു അപ്പത്തിന്റെ ഗോതമ്പ് മണികളാണ്. വിവിധങ്ങളായ ശുശ്രൂഷകൾ നയിക്കുന്നു. ഈശോ മിശിഹായുടെ തിരുവോസ്തിയുടെ ഭാഗങ്ങളാ. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവിന്റെ അൾത്താരയിൽ ഒരു തൂവള്ള ഓസ്തിയായിട്ട് മാറണോ? ദൈവം നമ്മളെ പൊടിക്കും, ദൈവം നമ്മളെ പൊള്ളിക്കും, ദൈവം നമ്മളെ ചുടും, ദൈവം നമ്മളെ വറക്കും. വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും മുറുമുറുപ്പോ വെറുവുറുപ്പോ അരുത്. എന്റെ തമ്പുരാൻ എന്നെ അവന്റെ അൾത്താരയിൽ ഒരു തൂവള്ള ഓസിയാകാൻ പറിക്കുകയാണ്, പൊള്ളിക്കുകയാണ്, പൊടിക്കുകയാണ്, ചുടുകയാണ്. ഇതാണ് അപ്പത്തിന്റെ ശൈലി. ഇതിൽ തൃപ്തി കണ്ടെത്തുക. 2, അപ്പത്തിന്റെ ഭാഷ. എന്താണ് അപ്പത്തിന്റെ ഭാഷ? ചിലലമാരിയിൽ ഒരു പലഹാരം കിടന്നാൽ ഇറ്റ്സ് ആൻ ഓപ്പൺ ഇൻവിറ്റേഷൻ. കം, ടേക്ക് ആൻഡ് ഈറ്റ്. എന്നെ എടുത്ത് തിന്നുക. ഇതാണ് അപ്പം പറയുക. പഴക്കടയിൽ പഴങ്ങളിരിക്കുന്നു, ഡെക്കറേഷനായിട്ടല്ല, എന്നെ എടുത്ത് ഭക്ഷിക്കൂ എന്നാണത് പറയുക. ബേക്കറിയിലെ റൊട്ടി എന്നെ എടുത്തു തിന്നു. ചായക്കടയിലെ പുട്ട്, കടല, അപ്പം, ഇഡ്ഡലിയൊക്കെ കാണാൻ നാട്ടിൽ ചിലലമാരി കിടക്കുന്നു. എല്ലാരെയും കാണിച്ചിരിക്കുക, ആകർഷിച്ച് എന്നെ എടുത്ത് ഭക്ഷിക്കുക. എടുത്തു ഭക്ഷിക്കുക എന്നുള്ളത് അപ്പത്തിന്റെ ആ ഭാഷ. എടുത്തു ഭക്ഷിക്കുക എന്നുള്ളതാണ്. ഒരച്ഛൻ, ഞാനോ വികാരിയച്ഛനോ ഒരു വൈദികന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരപ്പത്തിന്റെ ജീവിതമാണ്. ഏത് പാതിരാത്രിക്കുമ്പോൾ ആശ്രമത്തിൽ മണി അടിക്കാച്ച അന്തിഉദാശ കൊടുക്കാൻ വരണമെന്നും പറഞ്ഞു. ആർക്ക് വേണേലും വൈകിട്ട് 8 മണിക്ക് 9 മണി അടിച്ചിട്ട് പറയാം കുമ്പസാരിക്കണം, മരിക്കാൻ പോവാ, കുമ്പസാരിച്ചിട്ട് പോകണം. നമ്മൾ അത് ചെയ്തു കൊടുത്തേ പറ്റൂ. കാരണം ഒരു ഓപ്പൺ ഇൻവിറ്റേഷനാണ് ഒരു അച്ഛന്റെ ജീവിതം. എപ്പോഴും ചെല്ലാം. അതുപോലെ ഒരു ഭർത്താവിന് സ്വാർത്ഥത്തോടെ ഇരിക്കാൻ പറ്റിയല്ല. ഭാര്യയ്ക്ക് വേണ്ടി മുറിക്കപ്പെട്ട അപ്പവാ, അവിടെ ഇഷ്ടപ്രകാരം പലതും ചെയ്യേണ്ടി വരും. ഒരു ഭാര്യയ്ക്ക് തോന്നുന്നതുപോലെ ചെയ്യാൻ പറ്റിയല്ല. ഭർത്താവിന് വേണ്ടി മുറിക്കപ്പെട്ട അപ്പമാണ് അവൾ. കുഞ്ഞുങ്ങളെ മറന്നിട്ട് ജീവിക്കാൻ പറ്റിയല്ല. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട അപ്പമാ. അപ്പോൾ അപ്പത്തിന്റെ ഭാഷ തിന്നു തീർക്കപ്പെടുക, മറ്റുള്ളവരാൽ തിന്നു തീർക്കപ്പെടുക. ഇതാണ് യേശുവിന്റെ ജീവിതം. രാത്രിയിൽ അവൻ തളർന്നു കിടന്നുറങ്ങി. രാത്രിയിൽ മറ്റുള്ളവരാൽ തിന്നു തീർത്തതിന്റെ ക്ഷീണവുമായിട്ട്, ശക്തി ചോർന്നതിന്റെ ക്ഷീണവുമായിട്ട് തിന്നു തീർക്കപ്പെടുക. അപ്പത്തിന്റെ ആ ഭാഷ. 3. അപ്പൊ 1 അപ്പത്തിന്റെ ശൈലി, 2 അപ്പത്തിന്റെ ഭാഷ, 3 അപ്പത്തിന്റെ അർത്ഥം. അപ്പത്തിന്റെ അർത്ഥം എന്താ? അവരുടെ ഭാഗമായി തീരുക. നമ്മൾ ഈ ഭൂമിയിൽ 50 വർഷക്കാലം ജീവിച്ചാൽ കുടിച്ച വെള്ളം, ശ്വസിച്ച വായു, കൂട്ടിയ കറി, കഴിച്ച ഭക്ഷണം, അതെല്ലാം കൂടെ നമുക്കൊരു ദേഹം തോന്നും. കഴിച്ചതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറി. അപ്പോൾ അപ്പത്തിന്റെ അർത്ഥം അത്. അപ്പം അവരന്റെ ഭാഗമായി തീരുമ്പോൾ അർത്ഥം സാക്ഷാത്കരിക്കപ്പെട്ടു. ഇതുപോലെ നിങ്ങളുടെ മാതാപിതാക്കൾ നന്നായിട്ട് ജീവിച്ചപ്പോൾ സത്യവിശ്വാസത്തിൽ വളരാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. മാതാപിതാക്കൾക്ക് തൃപ്തി. ഞങ്ങളുടെ ജീവിതം മക്കളിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു. ഒരു അപ്പത്തിന്റെ തൃപ്തി, അർത്ഥം കണ്ടെത്തുക. ഞാൻ ഒരാഴ്ചക്കാലം നിങ്ങളെ ധ്യാനിപ്പിച്ച് കടന്നുപോയി കഴിയുമ്പോൾ പിന്നൊരിക്കൽ പറയാച്ച ആ ധ്യാനം എന്റെ ജീവിതത്തിൽ ഇന്ന ബോധ്യങ്ങൾ തന്നെന്ന് പറയുമ്പോൾ അതാണ് ഒരു വൈദികന്റെ തൃപ്തി. ഒരച്ഛൻ ഇടവകയിൽ ഇരുന്ന് 4-5 വർഷം ഇരുന്നിട്ട് പോകുമ്പോൾ ഇടവക ജനത്തിൽ വലിയൊരു മാറ്റം വന്നാൽ ഒരു വൈദികന്റെ തൃപ്തി. അതാണ് അപ്പത്തിന്റെ അർത്ഥം. നമ്മുടെ സന്ദേശം അവരന്റെ ഭാഗമാക്കി മാറ്റുന്നു. 4 അപ്പത്തിന്റെ ലക്ഷ്യം. അപ്പത്തിന്റെ ലക്ഷ്യം എന്താ? ജീവൻ കൊടുക്കുക. അപ്പത്തിന്റെ ലക്ഷ്യം ജീവൻ കൊടുക്കുക എന്നുള്ളതാ. വിശുദ്ധ കുർബാന നമുക്ക് ജീവന്റെ കൂദാശയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന, പ്രത്യാശ കൊടുക്കുന്ന, ജീവൻ കൊടുക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറുക. അങ്ങനെ ജീവിതത്തെ കർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു ബലിയായിട്ട് നമ്മൾ സമർപ്പിക്കുക. ഒരു ദീപികാരന് ജീവിതം അങ്ങനെ നമ്മൾ കരിപിടിപ്പിക്കുക. നമ്മൾ കേട്ട ഈ വചനങ്ങളെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഒന്ന് കൊണ്ടുവരാം. കടലാസൊക്കെ അവിടെ ബെഞ്ചിൽ വെച്ചിട്ട് അല്പസമയം നമുക്ക് നേരെ ഇരുന്ന് കരങ്ങൾ മടിയിൽ നമുക്കൊന്ന് തുറന്നു വെച്ചുകൊണ്ട് ഇന്നേ ദിവസം കർത്താവ് അവിടുത്തെ തിരുസന്നിധിയിൽ നമ്മളെ ഇരുത്തിക്കൊണ്ട് അവിടുന്ന് പഠിപ്പിക്കുകയായിരുന്നു. ജീവിതത്തെ പ്രാർത്ഥനയിൽ വേരുറപ്പിക്കുവാൻ പ്രഭാതത്തിൽ നമ്മൾ കണ്ടു. ശരീരമെന്ന ദേവാലയത്തെ വിശുദ്ധീകരിക്കുവാൻ, കർത്താവിന് ഇഷ്ടമില്ലാത്ത ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വെടിയുവാൻ, ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായി ജീവിക്കുവാൻ ശരീരമെന്ന ദേവാലയത്തെ വിശുദ്ധീകരിക്കണം. പ്രാർത്ഥനയുടെ ഭവനമായ ഈ ദേവാലയത്തെ വിശുദ്ധീകരിക്കണം. നമ്മുടെ വാക്കുകളും സംസാരവും പ്രവൃത്തികളും എല്ലാം അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കണം. ദൈവഹിതത്തിന് വിരുദ്ധമായതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. കർത്താവ് നമ്മളെ ഓർമ്മിപ്പിച്ചു. കുടുംബ ജീവിതത്തിന്റെ വിശുദ്ധിയിലൂടെ കടന്നുപോകാൻ ദൈവം പറഞ്ഞു. വിനയം, വിധേയത്വം,
വിശുദ്ധി, വിവേകം, വീണ്ടെടുപ്പ്. 5 വീകൾ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കണം. 3 പ്രാവശ്യം ചോദിച്ചുറപ്പിച്ച പരമപരിശുദ്ധമായ ദാമ്പത്യബന്ധം മരണം വരെ അദൃശ്യനായ ക്രിസ്തുവിനെ ദൃശ്യരായ ജീവിത പങ്കാളിയിൽ കണ്ടെത്തി ജീവിക്കുവാൻ ദൈവം നമ്മളെ പഠിപ്പിച്ചു. വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം നൽകുന്ന മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തുവാൻ, ദൈവിക വഴികളും ദൈവിക നടത്തിപ്പും കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം മാതാപിതാക്കളെ ക്ഷണിക്കുന്നു. വിശ്വാസത്തിന് ജീവിതം നയിക്കുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. മോശയെ പോലെ, അബ്രാഹത്തെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ, അപ്പസ്തോലന്മാരെ പോലെ, ആദിമ രക്തസാക്ഷികളെ പോലെ ദൈവം വിളിച്ചേൽപ്പിച്ച ജീവിത മേഖലകളിൽ പരിപൂർണ വിശ്വാസത്തിന് വിത്ത് വിതച്ചു പോകുവാൻ കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നു. വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശുദ്ധ കുർബാനയുടെ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. ജീവിതത്തെ ഒരു ദിവ്യകാരുണ്യമാക്കി മാറ്റുവാൻ, കർത്താവിന് ഇഷ്ടപ്പെട്ട സ്വീകാര്യതയുള്ള ഒരു ബലിവസ്തുവായിട്ട് മാറണം. ഒരു ഭർത്താവിനെ ഉയർത്തിപ്പിടിച്ച് ഭാര്യയെ കാണിച്ചു പറയും, മോളെ, നിനക്കും മക്കൾക്കും വേണ്ടി മുറിക്കപ്പെട്ട എന്റെ ശരീരമാണിവൻ. ഇവന്റെ സമ്പത്ത് മേടിച്ച് ഭക്ഷിക്കുക, ഇവന്റെ സമയം മേടിച്ച് ഭക്ഷിക്കുക, ഇവന്റെ താലന്തുകൾ ഭക്ഷിക്കുക, ഇവനെ പൂർണ്ണമായി നിനക്കായി മുറിക്കുന്നു. ഒരു ഭാര്യയെ ഉയർത്തിപ്പിടിച്ച് അപ്രകാരം തന്നെ ഭർത്താവിനോട് പറയും. മാതാപിതാക്കളെ ഉയർത്തിയ മക്കളോടും അത് തന്നെ പറയും. കുഞ്ഞുങ്ങളെ ഉയർത്തിക്കൊണ്ട് ഈശോ പറയും, ഒരു കാലത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി മുറിക്കാനിരിക്കുന്ന ശരീരമാണിവൾ. ജീവിതം ഒരു ദിവ്യകാരുണ്യ ജീവിതം. അപ്പത്തിന്റെ ലക്ഷ്യവും അപ്പത്തിന്റെ അർത്ഥവും ഭാഷയും ശൈലിയും സ്വന്തമാക്കി ജീവിക്കുവാൻ ദൈവം വിളിക്കുന്നു. കൂടുതൽ സ്നേഹിക്കുവാനും കൂടുതൽ കരുണ കാണിക്കുവാനും സഹനത്തിൽ അർത്ഥം കണ്ടെത്തുവാനും സഹിച്ച് സന്തോഷിച്ച് ഈശോയെ മഹത്വപ്പെടുത്തുവാനും അങ്ങനെ മുറിക്കപ്പെട്ട അപ്പത്തിന്റെയും ചിന്തപ്പെട്ട രക്തത്തിന്റെയും ജീവിതം കരിപ്പിടിപ്പിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ വിളിക്കുന്നു. ഒരു തിരുസന്നിധിയിലേക്ക് നമ്മുടെ എല്ലാവരെയും കൊടുത്തുകൊണ്ട്, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കടക്കുകയാണ്. ഇപ്പം ആരാധനയ്ക്കൊരു പ്രത്യേകതയുള്ളത്, പരസ്യാരാധന എവിടെയുണ്ടോ അവിടെ ഒരു പ്രത്യേക ശക്തിയുണ്ട്. സക്രാരിയിൽ ഈശോ തന്നെയാണ് ഈ പരലിക്കായിലേക്ക് കൊണ്ടുവെക്കുക. പക്ഷേ ഒരു പ്രത്യേക ശക്തിയുണ്ട്. എല്ലാ പള്ളിയിലും ഗീവർഗീസ് പുണ്യാളിന് ശക്തിയുണ്ട്. പക്ഷെ അരുവിത്തറയും മുതലക്കോടത്തും എടപ്പള്ളിയിലും എടുത്തുവായാലും കൂടുതൽ ശക്തിയുണ്ട്. അത് പുണ്യാളിന്റെ ശക്തി കൊണ്ട് മാത്രമല്ല, ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നിടത്ത് ശക്തിയുണ്ട്. ശബരിമലയാണെങ്കിലും ഒരുപാട് പേരുടെ നിഷ്കളങ്ക വിശ്വാസം ഉള്ളിടത്ത് അതിന് പവറുണ്ട്. എടവപ്പള്ളിയിലെ ധ്യാനവും പോട്ടയിലെ ധ്യാനവും തമ്മിൽ വ്യത്യാസം. പോട്ടയെ ധ്യാനിക്കുമ്പോൾ അതിന് പവർ കൂടുതലാണ്. കാരണം ഒരുപാട് പേര് പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥനാ തരംഗമുണ്ട്. അതാണ് ധ്യാനമന്ദിരത്തിലെ ധ്യാനവും പള്ളിയിലെ ധ്യാനവും വ്യത്യാസം. നമ്മുടെ ഈ ധ്യാനം തന്നെ ധ്യാനമന്ദിരത്തിൽ നടത്തുമ്പോൾ ഒത്തിരി ഒരു അഭിഷേകം വരും. കാരണം ഒത്തിരി പേരുടെ പ്രാർത്ഥന എവിടെയുണ്ട്. അതുപോലെ ഒരു ഇടവക സമൂഹം ഒരുമിച്ച് പരസ്യമായിട്ട് ആരാധിക്കുമ്പം ആ ആരാധനയ്ക്ക് ഒരു പ്രത്യേക പവറുണ്ട്. അതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുക. അപ്പോൾ ദിവ്യകാരുണ്യ ആരാധനയിൽ സംഭവിക്കുന്നത് ഈശോയുടെ പരസ്യമായ സാന്നിധ്യം, ഒരു സമൂഹത്തിന്റെ ഒരുമിച്ചുള്ള വിശ്വാസം. ഈ വിശ്വാസം നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മുടെ കൊച്ചു പ്രശ്നത്തെക്കാൾ കൂടുതലായിട്ട് വലിയ തമ്പുരാനെ നമ്മൾ കാണുകയാണ്. ശതാധിപന്റെ മുമ്പിൽ പുത്രന്റെ രോഗം കൊച്ചു പ്രശ്നമാണ്. പക്ഷെ വലിയ ഈശോ വന്നപ്പം ഈ പുത്രന്റെ കൊച്ചു രോഗം അങ്ങ് മാറി. ലാസർ മരിച്ചു കിടക്കുന്ന ഒരു കൊച്ചു കാര്യമാണ്. പക്ഷേ യേശുവിന്റെ വലിയ ശക്തിയുടെ മുമ്പിൽ ലാസറിന്റെ കൊച്ചു മരണം ഉത്ഥാനമായിട്ട് മാറി. രക്തസ്രാവക്കാരിക്ക് രോഗം ഒരു കൊച്ചു പ്രശ്നമാണ്. പക്ഷെ വലിയ തമ്പുരാൻ വന്നപ്പം ഈ കൊച്ചു രോഗം വിട്ടുമാറി. അപ്പോൾ അരളിക്കായിലെ വലിയ ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളും കൊച്ചു കൊച്ചു വേദനകളും ഒക്കെ നമ്മൾ സമർപ്പിക്കുന്ന സമയമാണ് ആരാധന.